ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത്തിരി നേരം വൈകി ജോലിക്ക് പോയൊരു ദിവസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ജോലികളും തീർത്ത് സമാധാനമായിട്ട് പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറ് എന്നും വെക്കണ പോലെ തന്നെ ചോറ് വെച്ചു. പിന്നെ ഇന്ന് സാമ്പാർ മാത്രമേ വെച്ചുള്ളൂ. പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ നോക്കിയപ്പോൾ കാലം തേക്കാനുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തേച്ച് വെച്ച് അങ്ങനെ എല്ലാ പണികളും തീർത്തും എന്നെ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. ഇത്തിരി നേരം വൈകിട്ടല്ലേ ജോലിക്ക് പോകുന്നത്, അത് കാരണം ഇത്തിരി നേരം വൈകിട്ട് തന്നെ എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ ചേട്ടന് ഫുഡാക്കണ്ടേ വേഗം. പിന്നെ നമ്മുടെ അച്ചാറുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൂച്ചകൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാക്കകൾക്ക് കൊടുക്കാനുള്ളത് അവിടെ അലക്കല്ലുമ്പോൾ വെച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെള്ളം വന്ന് ആ കലത്തിൽ തട്ടി നോക്കണം. അപ്പം അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം പകർത്തി അവിടെ തുറന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ വാതിൽ തുറന്ന പൂച്ചകളും കാക്കകളും ഒക്കെ ഓടി വരും. കാക്കകളെല്ലാവരും വിളിക്കും കേട്ടോ. അതിനിടയ്ക്ക് ഒരാൾക്ക് മാത്രം കഴിച്ചാൽ പോലെ മറ്റുള്ള കാക്കകളെയും വിളിക്കും. പിന്നെ തുണികൾ കഴുകാണ്ടായിരുന്നു, കല്ലും അലക്കാനുള്ളതും മെഷീനിലുള്ളതൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കലക്കി. പിന്നെ കുറച്ച് തുണികൾ മടക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തിൻ്റെ മുകളിലത്തെ റൂമാണ്. ശ്രീകുട്ടൻ്റെ റൂം ഞാനങ്ങനെ കാണിക്കാറില്ല, അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. ഇതും ആദ്യം ശ്രീകുട്ടൻ തന്നെ സെറ്റ് ചെയ്തു. അവന് വേറെ വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കണം, അപ്പോഴാണ് തലയിൽ കയറുക. ഒരു സ്ഥലത്ത് കുറച്ച് നേരം പഠിച്ചാൽ പിന്നത്തെ സ്ഥലത്ത് പിന്നെ വേറെ സ്ഥലത്തിരിക്കണം. ആദ്യത്തിന് അങ്ങനെ തന്നെ. ആദ്യത്തെ പിന്നെ താഴെയാണ്, ശ്രീകുട്ടൻ പിന്നെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അതോടുകൂടി തന്നെ അടിച്ചു വാരി പിന്നെ വേഗം തന്നെ ഒന്ന് മുറ്റം കൂടി അടിച്ചിട്ടു. അപ്പം അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ. ഇത്തിരി നേരം വൈകിട്ടൊക്കെ ഒരു 10-11 മണിക്കൊക്കെ ജോലിക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാത്തൊരു സ്വപ്നമാണ്. എന്നാലും കുറച്ചൊക്കെ കാലം കഴിയുമ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യായിരിക്കും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, ജോലിക്ക് പോകാണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു നേരം പോക്കിനൊരു നല്ലതെന്ന് തോന്നുക. അങ്ങനെ മുറ്റപ്പോൾ ഫ്രണ്ടിൽ ഞാനങ്ങനെ എന്നും പറഞ്ഞോളാനൊന്നും അടിക്കില്ല, ചിലപ്പോൾ അടിക്കില്ല എന്നൊക്കെ വരും കേട്ടോ. അടുക്കള ഭാഗമാണ് കൂടുതൽ. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി തിരിച്ചു വന്നു. ഉച്ചയായിട്ട് 11 മണിക്കായിട്ട് ജോലിക്ക് പോയി. അത് കാരണം ഞാൻ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിശന്നിട്ട് എന്താ പറയുക, ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഏകാദശി നോക്കുമ്പോൾ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കാറില്ല കേട്ടോ, ഒന്നും കഴിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ ഏകാദശി നോൽക്കാറ്. കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒക്കെ ഭക്ഷണം 3 നേരം കഴിക്കുക ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല. ഇന്ന് ഒരു നേരം കഴിക്കാണ്ടിരുന്നപ്പോഴേക്കും എന്തൊരു വിശപ്പാന്ന് പറഞ്ഞാലാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുത്തില്ലെങ്കിൽ ഒരു സൗകര്യം തരില്ല. കുഞ്ഞു പിള്ളേർ വിശന്ന് ഇരിക്കണ പോലെയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ചോറ് കൊടുത്തു. പിന്നെ വേഗം ഞാൻ സാമ്പാർ ചൂടാക്കിയെടുത്തു. നോക്കിയപ്പോൾ ചപ്പാത്തി തലേദിവസത്തെ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. ഇന്നലെ ചപ്പാത്തിയും പ്രൗൺസ് കറിയായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ അത് ചപ്പാത്തി ബാക്കിയായി. പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുഴുവൻ ഉണങ്ങാനൊന്നും നിന്നില്ല കേട്ടോ, ആകെ ഇത്തിരിയല്ലേ ഉണ്ടാക്കിയുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും സാമ്പാറും നല്ല ടേസ്റ്റാണ്. സാമ്പാറിന് അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ല, ഒരു കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനോ ചെമ്മീൻ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ തോരൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. തോരൻ അപ്പം ഞാൻ വേഗം 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കാനും കൂടി വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് ചോറെടുത്ത് നിറയെ അങ്ങോട്ട് സാമ്പാർ ഒഴിച്ചു കേട്ടോ. സാമ്പാറിന് അധികം എരിവുണ്ടാവില്ല. സാമ്പാറാകുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, നിറച്ചൊഴിക്കണം. സത്യം പറഞ്ഞാൽ കഞ്ഞി പോലെ ഒഴിക്കുകയാണെന്ന് പറയില്ല, അതേപോലെ ഒഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇത്തിരി ലൂസുള്ള സാമ്പാറാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇഷ്ടം. ശ്രീകുട്ടനും അങ്ങനെയാണ് ഇവിടെ. പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് അച്ചാറൊക്കെ എടുത്ത് വെച്ചു. എന്നാൽ ഒരാവശ്യം വന്നില്ല, ഈ ഒരു കൊണ്ടാട്ടമുളക് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നില്ല. കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ പോയി കിടന്നു. അത് കഴിഞ്ഞ് വന്ന് പാത്രം കഴുകി ചോറൊക്കെ തിളപ്പിച്ച് വെച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ക്യാമറ ഓണാക്കിയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് റെഡിയായി കിടക്കുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് മുഴുവനോടെ പുഴുങ്ങിയിട്ട് തോല് കളഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഞാൻ വേഗം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു 3-4 കഷ്ണമാക്കി ഇട്ടിട്ട് നന്നായിട്ട് കഴുകും, ഒരു 3-4 കഷ്ണമാക്കി ഇടും. തോലൊന്നും ചെത്തില്ല കേട്ടോ, തോല് വെന്ത് കഴിഞ്ഞിട്ട് പൊളിക്കുള്ളൂ. അപ്പം നമ്മുടെ ഈ ചപ്പാത്തി ബാലൻസ് വന്നില്ലേ, അത് കളയണ്ട, അതൊരു സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ബാക്കി വന്നാൽ ഞാൻ ഇന്നാളൊരു സലാഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ എടുത്ത്, ചപ്പാത്തി ഇന്ന് ആർക്കും വലിയ പിടുത്തം ഞാൻ കാണാനില്ല, ചിലപ്പോഴൊക്കെ പിറ്റേ ദിവസം കഴിക്കാറുണ്ട്. ഇന്ന് രാവിലെ ശ്രീകുട്ടൻ ഒന്നും കഴിച്ചില്ല, കൊണ്ടുപോയുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയായില്ലേ, ചേട്ടൻ ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പിറ്റേ ദിവസത്തേക്ക് ഈ ചപ്പാത്തി എടുത്ത് വെച്ചാൽ നമുക്ക് എന്തായാലും കേടായി പോവും, അപ്പോൾ കാര്യമില്ല. അപ്പം ഞാൻ ഇത് അരിഞ്ഞും കണ്ടിട്ട് ഫ്രിഡ്ജിലേക്ക് ഇട്ട് കണ്ടിട്ട് അവിടെ ക്രഷ് ചെയ്യാൻ കൊണ്ടുപോവാണ് കേട്ടോ. ക്യാമറ ഓഫാക്കാനായിട്ട് മറന്നു എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ നേരത്ത്.
അത് നന്നായിട്ട് പൊടിച്ച് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് ക്രംസൊക്കെ പോലെ ഏകദേശം വരും. നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ടുള്ള ചപ്പാത്തി വെച്ചാൽ പറയാനും ഇല്ല കേട്ടോ. ഇത് ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് കയ്യിൽ വെച്ച് ഉടക്കുമ്പോൾ ഫുള്ളായിട്ട് ഉടഞ്ഞ് കിട്ടുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ് ചെയ്ത്. ഇതിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വഴറ്റിയിട്ടൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. സവോളയും ഇഞ്ചി പച്ചമുളകും മസാലയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ പക്ഷേ എളുപ്പത്തിൽ അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്കിട്ടു, കയ്യിലോണ്ട് പൊടിച്ചാൽ മതി. അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടത് സവോളയാണ് കേട്ടോ. ഒരു സവോളയ്ക്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ. സവോള എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം, പക്ഷേ ഇത് നമ്മളിങ്ങനെ ഒരു കൂട്ടിപ്പിടുത്തം വരണമല്ലോ, അത് സവോള കൂടിയാലും ശരിയാവില്ല. പിന്നെ അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും പിന്നെ ചിക്കൻ മസാല നന്നായിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഒരു ചിക്കൻ ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് കൂട്ടി ഇടുക വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ചിക്കൻ ക്യൂബ് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ എന്ത് വയ്ക്കുമ്പോഴും ഇടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വെട്ടുകാട് വാങ്ങിച്ച പഴക്കമുള്ളതാണ് എപ്പോഴും കിട്ടുന്നത്. അത് കാരണം ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. തൃശ്ശൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടിരണം. അതൊക്കെ നമ്മൾ ഫ്രഷായിട്ട് വേണം, ചിക്കൻ ക്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളത് വേണം ഉപയോഗിക്കാൻ. നല്ല ചിലവുള്ള കടയിൽ നിന്ന് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ മല്ലിയില നിറയെ ഇടുന്നതാണ് നല്ലത്. മല്ലിയില ഉണ്ടായിരുന്നില്ല, കുറച്ചിട്ടു. ഉപ്പ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ ഉപ്പുണ്ടല്ലോ. പിന്നെ കാര്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ ആ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ. ഇത്തിരി വെള്ളം തെളിച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ കുട്ടിപ്പിടുത്തം കിട്ടാൻ. വളരെ ചെറിയ ബോളുകളാക്കിയിട്ട് നന്നായിട്ട് പരത്തി ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. അത് കാരണം ഞാൻ വളരെ ചെറുതാണ് ഉണ്ടാക്കിയത്. ആ ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. അതിപ്പോൾ ഏത് സ്നാക്കായാലും അങ്ങനെ തന്നെയല്ലേ അല്ലേ, ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ തക്കാളി സോസിലൊക്കെ മുക്കി കഴിക്കാൻ വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് പ്രത്യേകിച്ച് മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ ചപ്പാത്തിയാണല്ലോ പൊടിച്ച് കൂട്ടിയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്കിത്. ഉള്ളൊക്കെ വെന്തേക്കുന്നതാണ്, വളരെ കനം കുറച്ചിട്ടാണ് നമ്മളിത് പരത്തിയേക്കുന്നത്. അപ്പോൾ അതാ ഇത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇതേപോലെ പരന്നൊരു പാനൊക്കെ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ സംഭവം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ വീഡിയോയിൽ എപ്പോഴും കൂട്ടുകാർ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് എഴുതി പോകാനും മറക്കരുത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അതൊക്കെ പറയാനൊന്നും മറന്നു പോകരുത്. അങ്ങനെ ഞാൻ എല്ലാതും പരത്തിയിട്ടിട്ടുണ്ട്. ആദ്യം ചൂടാക്കിയിട്ട് നല്ല ചൂടിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇത്തിരി സമയം എടുത്തിട്ട് ക്രിസ്പിയാക്കി എടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ അതേപോലെ ചെയ്തു. ഞാൻ വെന്ത് ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഇടുന്നതോടുകൂടി തന്നെ ശ്രീകുട്ടൻ്റെ ആദ്യത്തിന് ചേട്ടനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഇന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് ലാസ്റ്റ് ആയപ്പോഴേക്കും അവരൊക്കെ പോയി. അതിന് എക്സാമാണ് കേട്ടോ. ശ്രീകുട്ടന് എക്സാം തന്നെയാണ്, പക്ഷേ ഇത്തിരി സമയമുണ്ട്, സ്റ്റഡി ലീവ് ഉണ്ട്, കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതങ്ങനെ വേഗം പരിപാടി കഴിയും കേട്ടോ. പിന്നെ സാമ്പാറിൻ്റെ ഒന്നും വീഡിയോ കാണിക്കാനതും രാവിലെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ കുറേ വീഡിയോകളും നമ്മളങ്ങനെ രാവിലെ ചായ വെക്കണത്, ചോറ് വെക്കണത്, കറികൾ ഒരു കറി തന്നെ ഒരു കുറേ പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കാണിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാണ്ടിരുന്നത്. പുതിയതായിട്ട് കാണിക്കുന്ന റെസിപ്പികൾ മാത്രമാണ് അതിൻ്റെ റെസിപ്പി കാണിക്കണുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ വെച്ചു. ഞാൻ അതിനിടയ്ക്ക് 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ നാളേക്ക് ഉപ്പേരിക്ക് ഫ്രിഡ്ജിൽ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ചീര കുറേ വലുതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചീര മാത്രം മുറിച്ചെടുത്തു, കുറേ നിർത്തില്ല. തണ്ടും കൂടി അരിയാവുന്നതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ. എന്നുവെച്ചാൽ മുറ്റത്തൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. അത് കാരണം മുറ്റത്താകെ പുല്ല് പോലെയാണ്. പക്ഷേ ചീരയൊന്നും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ, ഒന്നും നല്ല വിഷമടിക്കാത്ത സംഭവമല്ലേ. പിന്നെ ഒരു കട പയറിൻ്റെയും 1-2 കടയുണ്ട്, അതിൻ്റെ ഇല കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പയറിൻ്റെ ഇല അരിയാനായിട്ട് എനിക്ക് നേരമില്ല. പയറിൻ്റെ ഇലയാകുമ്പോൾ ഞാൻ തന്നെ അരിയണം കേട്ടോ, ചേട്ടാ അരിയേ ഇല്ല, അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ചീരയൊക്കെ മുറിച്ച് കതിരൊക്കെ ഞാൻ അപ്പം തന്നെ മുറിച്ച് കളഞ്ഞിട്ടാണ് എടുത്തത്. എന്നാലും കുറച്ചൊക്കെ കതിരുണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചവിട്ട് ഇറങ്ങണോടെ തന്നെ ഒരു ചീരയുടെ കടയുണ്ട്. അതും നമ്മളിങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോവും. അപ്പോൾ അത് നശിച്ച് പോകണ്ട വെച്ചിട്ട് അതും കൂടിയും ഞാൻ വന്നും കണ്ട് മുറിച്ചെടുത്തു. കണ്ടില്ലേ, ഇവിടെ തനിയെ മുളയ്ക്കുന്നതാണ് കേട്ടോ എല്ലാതും. ഈ തനിയെ മുളയ്ക്കുന്ന ചീരയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നടണത് എന്ത് ചെയ്താൽ ചീര പിടിക്കണില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണില്ല.
തനിയെ മുളയ്ക്കുന്നതൊക്കെ നന്നായി. അതേപോലെ പപ്പായ ഉണ്ടല്ലോ, പപ്പായും തന്നെ മുളച്ച തൈകളാണ് കേട്ടോ ആ ബാക്കിൽ അലക്കലിൻ്റെ അവിടെ നിൽക്കുന്നതും. ഫ്രണ്ടിലൊപ്പം നിൽക്കണ കപ്പ കാര്യമില്ല, അത് ആൺകപ്പയാണ്. അത് നമുക്ക് കപ്പയൊന്നും ഉണ്ടാവില്ല, കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ മുറിച്ച് കൊണ്ടപ്പോൾ ചേട്ടാ അത് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് കഴുകുകയാണ്. അപ്പം ഞാൻ കൊണ്ടാട്ട മുളക് വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മുളക് മേടിച്ചിട്ടുണ്ട്, എന്തൊരു ടേസ്റ്റാണ്, മുളക് മേടിച്ചുകൊണ്ട് വരാം കൂടുതൽ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ 2 സ്നാക്കും കൂടിയും പിന്നെ രാവിലത്തെ കട്ടൻ ചായ ചൂടൊക്കെ ആറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സ്നാക്കും ആ കട്ടൻ ചായയും കൂടിയും അവിടെ നിന്നിട്ട് തന്നെ വർത്താനം പറഞ്ഞിട്ട് തന്നെ കഴിച്ചു കേട്ടോ. ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ട്, ഈ പരിപ്പുവടയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കും. അപ്പോൾ ചേട്ടൻ അങ്ങനെയാണ് അത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. പരിപ്പുവടയുടെ ഏകദേശം ഒരു ഇതുണ്ട് കേട്ടോ നമുക്കെന്ന് വെച്ചാൽ ഈ ചപ്പാത്തിയുടെ ക്രിസ്പി ആയിട്ടുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ അത് കാരണം പരിപ്പുവടയുടെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം, എന്നാലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ സ്നാക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പരിപ്പുവടയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉദ്ദേശിച്ചത്, എന്നാലും ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീരത കഴുകി ഒന്ന് വാലാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഓക്കെ.